ഈ കാര്യങ്ങളിൽ കൂടെ നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കാൻ സാധിക്കണം. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് ഈ അവയർനെസ് ഡിസ്പ്ലേ സിസ്റ്റംസ് വഴി, നമ്മുടെ ഹോർഡിങ്സ് ഒക്കെ ഉണ്ട്, എങ്ങനെയാണ് ഒരു കംപ്ലൈൻറ്റ് അല്ലെ ഫീഡ്ബാക്ക് ലോഡ്ജ് ചെയ്യേണ്ടത് എന്നുള്ളതിനുള്ള അവയർനെസ് ഡിസ്പ്ലേ സിസ്റ്റംസ് വഴി നമുക്ക് കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ റിട്ടേൺ ഇൻഫർമേഷൻസ് നമുക്ക് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയണം. ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റ് പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ 7th സ്റ്റാൻഡേർഡ് 4th objective element says that patients and our family members are made aware of the procedure for giving feedback or lodging complaints. അവർക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിനോ ഫീഡ്ബാക്ക് ഇടുന്നതിനോ ഉള്ള സംവിധാനത്തെക്കുറിച്ച് ഡിസ്പ്ലേകൾ ഉണ്ടാവണം, ഓർ റിട്ടേൺ ഡോക്യുമെൻ്റ് അവർക്ക് കൊടുക്കണം. അത് ആ പേഷ്യൻസ് വുഡ് ബി കംഫർട്ടബിൾ ടു എയർ ദെയർ വ്യൂസ്. അവരുടെ കാഴ്ചപ്പാടുകളെ അറിയിക്കുന്നതിന്, അവർക്ക് കംഫർട്ടാകുന്നതിന് അത് ഉപകരിക്കും. സോ ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് PRE 7D.